നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ടൈമിൽ കറി കുറച്ച് കൂടുതൽ കിട്ടാനും അതുപോലെ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കറി നമുക്ക് അപ്പത്തിനാണെങ്കിൽ ഇടിയപ്പത്തിന് പുട്ടിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിലുള്ള കറി ആയിരിക്കും കേട്ടോ. അപ്പോൾ എത്ര പേര് നമുക്ക് വീട്ടിലൊക്കെ വിരുന്ന് വന്നാലും നമുക്ക് കറി തികയും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് കോഴി എടുത്തേക്കുന്നത് ഒന്ന് വൃത്തിയാക്കി വെച്ചേക്കുന്ന കോഴീനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് എന്താ മുളക് പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ മീറ്റ് മസാലപ്പൊടി ഉണ്ടെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ആണെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കോൺഫ്ലോർ, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മുളക് പുരട്ടി ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. കാരണം നമുക്കൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നേരെ ഒന്ന് ഫ്രിഡ്ജിലിട്ട് എടുത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു പാനിലേക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഒരു കുറച്ച് എണ്ണ ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് ചിക്കൻ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടും ഉടഞ്ഞു പോകത്തില്ല. നമുക്ക് ആ ചിക്കൻ്റെ ഗ്രേവിക്കൊക്കെ വളരെ ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനെല്ലാം. അപ്പോൾ ഏകദേശം നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കറിയായി കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ കുക്കറിനകത്തേക്ക് ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ സവാളയ്ക്ക്. അപ്പോൾ ഇതുപോലെ ആദ്യം ഞാനിപ്പോൾ ഒരു 3 സവാളയോളം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് മിക്സിയിൽ ജാറിൽ ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ഈ വന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ എന്തോരാണ് മുളക് പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളക് ഇട്ടെടുക്കാം. നമ്മളിപ്പോൾ ആദ്യം ചിക്കനിൽ മുളക് പൊട്ടി വെച്ചത് കൊണ്ട് തന്നെ മുളക് പൊടി ഇടുമ്പോൾ നോക്കിയിടുക കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി, ഇതെല്ലാം പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഉടച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു തക്കാളിയുടെ ഒരു ചെറിയ രീതിയിൽ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ അവിടെ പൊരിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ നമ്മുടെ ഈ ഒരു ഗ്രേവിയിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഇട്ട് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം നമ്മൾ ഒരു പാനിൽ തന്നെ ഇത്രയൊന്ന് വെള്ളം ഇതുപോലെ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 വിസിലടുപ്പിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അന്നേരമാണ് ആ ഇഞ്ചിയുടെ സവാളയുടെ ഒക്കെ ശരിക്കും ഒരു ഗ്രേവി നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഒരു ഇറച്ചിയിലേക്ക് പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 2 വിസിലടിച്ചിട്ട് ഞങ്ങൾ ഓഫ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇത് കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തിക്നെസ് കിട്ടത്തില്ല നമ്മുടെ ഒരു ചാറിന്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വരുന്ന ടൈമിലൊക്കെ അപ്പത്തിനാണെങ്കിലും ചോറിനൊക്കെ നമുക്ക് തികത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുത്തോ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1-2 സവാളയല്ല ചുവന്നുള്ളി നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ നമ്മൾ ആ ഒരു ഗ്രാമ്പുവിലൊക്കെ പട്ട പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ നമുക്ക് ഇതുപോലെ അരച്ച് കൊടുക്കാം കേട്ടോ. വറുത്തരച്ച് ഒഴിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല പച്ച തേങ്ങ അരച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു 5 മിനിറ്റ് നേരത്തോളം ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ എന്താണ് തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി സെറ്റായി വരുമ്പം കുറച്ച് ഇതുപോലെ ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ടിട്ട് തിളച്ച് നമുക്കൊന്ന് ഇങ്ങനെ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറുകി വന്നു കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.